എല്ലാവർക്കും നമസ്കാരം. ഷിബിനു വ്ളോഗ്സ് സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് അല്ലേ, എൻ്റെ ഒരു ചാനൽ പോയതിനെ പറ്റിയിട്ട്. അപ്പം ഞാനത് തുടങ്ങിയപ്പം മുതൽ എന്തോ ഒരു പ്രാക്കായിരുന്നു എല്ലാവരുടെയും. അത് ബലിച്ചു എന്ന് പറയാം. കാര്യം ഞാൻ നന്നാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. രണ്ട് വർഷം കൊണ്ട് 6K ആയ ചാനലായിരുന്നു എൻ്റെ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ വരെ എത്തിയത്. വ്ളോഗ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം അതിൻ്റെ കഷ്ടപ്പാട്. ലക്ഷങ്ങൾ വീഡിയോസ് കണ്ട് മോണി ആകാറായ ഒരു ചാനലാണ് എൻ്റെത്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, അപ്രത്യക്ഷമായി ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ ഫോണ് മോനെടുത്ത് എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. കുറേ പേരോട് ഞാൻ കൊണ്ടുപോയി കാണിച്ച്, എനിക്ക് പാസ്വേഡും അറിയത്തില്ല അത് തുറന്നു കിട്ടാൻ. അപ്പം ഞാൻ എല്ലാവരോടും ആദ്യം ചാനൽ തുടങ്ങിയപ്പോൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പം ഞാൻ ചാനൽ പോയ കാര്യം പറഞ്ഞപ്പം വീട്ടുകാർ പോലും ചിരിക്കുന്നു. കാര്യം പടച്ചവന് മാത്രമേ ഇഷ്ടമുള്ളൂ ഞാൻ നന്നാവുന്നത്. ഞാൻ നന്നാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ലക്ഷം വ്യൂസും കണ്ട വീഡിയോ മോണി ആകാറായ ചാനലാണ് അത്. യൂട്യൂബിലെ മെയിൻ ആളുകൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ നോക്കാം. ഒരു കുഴപ്പവുമില്ലാത്ത ചാനലാണ് എൻ്റെ. 1000 വീഡിയോസ് അടുത്ത് ചെയ്തിട്ടുണ്ട്. അതിലാണ് 6K അടുത്ത് എനിക്ക് കിട്ടിയത്. വളരെ സങ്കടമുണ്ട്. കാര്യം പലവരോടും ഫോൺ കൊണ്ടുപോയി അതിൻ്റെ പാസ്വേഡ് അടിച്ച് നോക്കാം. ഇമെയിൽ അറിയാം, പാസ്വേഡ് അറിയത്തില്ല. നമ്മളൊരു ചാനൽ കെട്ടിപ്പൊക്കുന്ന പാട് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നെപ്പോലെ പോയ വ്യക്തികൾ ഒരുപാടുണ്ട്. അപ്പം ഞാൻ എൻ്റെ റിലേഷനോട് പറഞ്ഞ് എൻ്റെ ചാനൽ ഇങ്ങനെ പോയെന്ന്. അപ്പം അവർ ചിരിക്കുന്നു. പിന്നെ വേറെ 2-3 പേര് ചോദിച്ചു ചാനൽ പോയാന്ന്. അപ്പം ഞാൻ പറഞ്ഞ ആ ചാനലൊന്നും എന്താണെന്നറിയില്ല, അത് ഡിലീറ്റായി ഇരിക്കുവാണ്. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറയണ പഴയ വീഡിയോസൊക്കെ ഇട്, അപ്പം ഞങ്ങൾ കാണാം. അങ്ങനെ നിൽക്കുന്ന ഒരു പറ്റം, അങ്ങനെ നിൽക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് ഞാനിന്ന് താമസിക്കുന്നത്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. പക്ഷെ എനിക്കിപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ പഴയ പഞ്ച് കിട്ടുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം, പറയണം എന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു പഴയ സപ്പോർട്ട്, ആ പഴയ വ്യൂസ് എവിടെ പോയെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ നല്ല നിലവാരത്തിൽ വന്നതാണ് എൻ്റെ ചാനലിൽ. ഷിബിനു വ്ളോഗ്സ് എന്നാണ് ആ ചാനൽ.
ഇതിപ്പോൾ ഞാൻ തുടങ്ങുന്ന ഷിബിനു വ്ലോഗ്. പാസ്വേഡ് കിട്ടിയിട്ടില്ല, അങ്ങനെ തുടങ്ങിയതാണ്. എവിടെ പോയെന്നറിയില്ല. പഴയ ഒരുപാട് ലൈവ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയെന്ന് പോലും അറിയില്ല. അവരൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടാന്ന് പോലും അറിയില്ല. ആദ്യത്തെ ആ ഒരു ഇത് രണ്ടാമത് പ്രതീക്ഷിക്കണ്ട എന്നാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ആ ഒരു നല്ലൊരു സപ്പോർട്ട്, ആ ഒരു സ്നേഹം ഇനിയും മുന്നോട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പം അത് പോട്ടെ, അത് പോകരുത്, മനസ്സിൽ കിടക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു മിഠായി എല്ലായിടവും കിട്ടില്ല, ഇതൊരു റയർ പീസാണ്. ഇത് കഴിച്ചാൽ ഒരസുഖവും വരത്തില്ല. കിറ്റ്കാറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായിയാണ്. ഇത് നിങ്ങളൊന്ന് തിരക്കി നോക്കിക്കോ, സാധാ എല്ലാ കടയിലും കിട്ടില്ല. ഒരു ചോക്ലേറ്റ് നമ്മൾ ആഴ്ച 2 ദിവസം നിന്നാൽ നമ്മുടെ കരൾ അടിപൊളിയായിട്ടിരിക്കും, പ്രത്യേകിച്ച് കിറ്റ്കാറ്റ് കേട്ടോ. മാഷാ അല്ലാഹ്. ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ ഞാൻ ഓർക്കും, ഞാനൊരു വാക്ക് തെറ്റിച്ചാൽ പോലും എൻ്റെ വ്ളോഗിന് എൻ്റെ വ്യൂസ് എനിക്ക് മാർക്ക് തരുമായിരുന്നു. കാര്യം അവർക്ക് എന്നെ അത്രയും ഇഷ്ടമായിരുന്നു. കാര്യം എല്ലാം തികഞ്ഞവരായിട്ട് ഈ ദുനിയാവിൽ ആരുമില്ലല്ലോ. പിന്നെ ഒരുപാട് അഹങ്കരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അഹങ്കരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ ചില വീഡിയോസിൽ ഞാൻ വെളുത്തിരിക്കും, ചിലത് കറുത്തിരിക്കും. എൻ്റെ ഫോണിൻ്റെ ഒരു ഇതാണ്, വേറൊന്നും കൊണ്ടല്ല. ഫോൺ അത്ര സ്ട്രോങ് അല്ലെന്ന് തോന്നും. അപ്പം മറക്കണ്ട, ഒരു ഷുഗറാ ഒരു ഇതാ ഒന്നും വരത്തില്ല. അടിപൊളി ചോക്ലേറ്റിൻ്റെ കൂട്ടത്തിൽ സൂപ്പറാണ് കിറ്റ്കാറ്റ്. കാര്യം കിറ്റ്കാറ്റ് ഗൾഫിലെ പാക്കിങ്ങും ഇവിടുത്തെ പാക്കിങ്ങും ഒന്നാണ്. ഇതുപോലൊരു മിഠായി ദുനിയാവിലില്ലെന്ന് തന്നെ പറയാം. നമ്മുടെ നാട്ടിലെ പാക്കറ്റും ഗൾഫിലെ പാക്കറ്റും ഒരുപോലെയാണ്, കണ്ടോ? അതുകൊണ്ട് തന്നെ ഡയറി മിൽക്കാ ആ ഒരു മിഠായിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ പടച്ചോൻ എന്നോട് പറയുന്നൊരു മിഠായിയാണിത്, ദൈവം എന്നോട് പറയുന്നൊരു മിഠായിയാണ്. എൻ്റെ ഫിനിഷിങ് തന്നെ വേണ്ട, ഒരു മിഠായിക്കും വന്നിട്ടില്ല. അപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അന്നും പറഞ്ഞാണോ നിങ്ങൾ എന്നെ മുന്നോട്ട് വിടാത്തത്? കഷ്ടമാണ് കേട്ടോ. കാര്യം 2 ആഴ്ച ആയിട്ടുള്ളൂ ചാനൽ പോയിട്ട്. 6K അടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഉണ്ടായ ചാനലാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിലാക്കാം, അംഗീകരിക്കാം. അപ്പോൾ ശരി.
അൽഹംദുലില്ലാ.